ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗ്രീൻ പീസ് പുലാവാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 3 ഏലക്ക, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൽപ്പാസിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു സ്പൈസസ് ആണ്. ഇതിന് തമിഴിൽ പറയുന്ന പേരാണ് കേട്ടോ കൽപ്പാസി. ഇംഗ്ലീഷിൽ ഇതിനെ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ എന്നാണ് പറയുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു റൈസിന്. ഇവിടെ ചെന്നൈയിലൊക്കെ ഇതുപോലുള്ള റൈസ് ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൈസസ് ആണ് ഈ ഒരു കൽപ്പാസി അഥവാ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ. ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. ഈ ഒരു സവാളയുടെ കളറൊന്നും മാറി വരുന്നും ചെയ്യരുത്. ചെറുതായിട്ട് ഈ ഒരു സവാളൊക്കെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി. സവാളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു റൈസിന് പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ കുരുമുളകോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം കുതിർത്തെടുത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക. ഈ ഒരു വെള്ളത്തിൽ ഉപ്പ് കുറച്ചിങ്ങനെ മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് ചോറൊക്കെ വേവിച്ചിട്ടെടുക്കുമ്പോൾ ചോറിൽ കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഒരു വെള്ളം നല്ലോണമൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിക്ക് ഞാനിവിടെ 4 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് അടച്ചു കൂടെ വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെക്കുമ്പോൾ ഇത് നല്ലോണം തിളച്ചതിന് ശേഷം വേണം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു റൈസ് ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ അരി ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇതിലിപ്പോൾ കുറച്ചും കൂടെ വെള്ളമുണ്ട്. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഈ ഒരു റൈസൊക്കെ പാകത്തിന് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏറ്റവും സിമ്മിൽ അടുപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് റൈസ് കറക്റ്റ് പാകത്തിന് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്